എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, അതായത് അസിഡിറ്റി കുറയാനായിട്ട് ഈ സംഗതികളൊക്കെ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു 30 മുതൽ 50% വരെ റിസൾട്ട് കിട്ടും, റിലീഫ് കിട്ടും, നല്ല ആശ്വാസം ലഭിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഔഷധങ്ങളെ പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അതിന് നമുക്ക് സേഫ് ആയിട്ടുള്ള യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ആയുർവേദ മരുന്നുകളുണ്ടല്ലോ. അപ്പോൾ ഈ സംഗതികളൊക്കെ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇനി പറയുന്ന സംഗതികൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. ഭക്ഷണ രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ അസിഡിറ്റിയും പുളിച്ചേട്ടലൊക്കെ നിൽക്കും. മനസ്സിലായോ? അസിഡിറ്റിയും പുളിച്ചേട്ടലും മാത്രമല്ല, പിന്നെയുണ്ട് ഗുണങ്ങൾ, അത് പറയാം. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ എന്തെന്ത് കാരണം കൊണ്ടാണ് ഇത് ഈ വരുത്തി വെക്കണേന്ന് ആദ്യം പറയാം. അപ്പോൾ അതായത് നിങ്ങൾ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടി ഭക്ഷണം കഴിക്കുന്നത് ശീലമാക്കുക. എന്തെന്ത് ജോലി സാഹചര്യങ്ങളായാലും എന്തെന്ത് തിരക്കുകളായാലും ചിലർ പറയുന്ന കാരണങ്ങളെ സിനിമ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിക്കത്രേ. അപ്പൊ അത്തരം സംഗതികൾ എന്റർടൈൻമെന്റ് ഒക്കെ നമ്മുടെ ശരീരം കഴിഞ്ഞിട്ടല്ലേ മറ്റെന്തുള്ളൂ. ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. അപ്പൊ അത് കാരണം ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടത് കൃത്യമായിട്ട് സംശുദ്ധമായ ആരോഗ്യകരമായ മറ്റ് ദോഷാവസ്ഥകളൊന്നും നിങ്ങളുടെ ദേഹത്തിന് ശരീരത്തിന് വരുത്താത്ത രീതിയിലുള്ള ഭക്ഷണക്രമം ശീലിക്കുക. അത് കൃത്യനിഷ്ഠയോടെ കൂടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പാട് മുഴുവൻ പെടാപ്പാട് മുഴുവൻ പെടുന്നത്. അപ്പൊ അത് നിങ്ങളുടെ ശരീരപ്രകൃതി അനുസരിച്ച് ദേഹപ്രകൃതി അനുസരിച്ച് അതിന് വേണ്ടതായ ഔഷധങ്ങൾ ഇനി ആഹാരങ്ങളിൽ വരുത്തേണ്ടതായ മാറ്റങ്ങൾ, അതായത് ഈ ദോഷപ്രകൃതി അനുസരിച്ചാണല്ലോ ആയുർവേദത്തിൽ ഇതെല്ലാം കൃത്യമായിട്ട് നിർദ്ദേശിക്കുന്നത്. അതായത് 7 തരത്തിലുള്ള ശരീരപ്രകൃതി ഉണ്ട്. ഈ വാദത്തിന്റെയും പിത്തത്തിന്റെയും കഫത്തിന്റെയും വ്യത്യസ്തമായിട്ടുള്ള സമ്മിശ്രണം കൊണ്ട്. അപ്പൊ അത് എല്ലാവർക്കും ഒരേ തരം ആഹാരം പറ്റില്ല. നിങ്ങൾ ഈ വിറ്റമിനൊക്കെ കൺസിഡർ ചെയ്ത് ഭക്ഷണം കഴിക്കേണ്ട പോഷകങ്ങൾ നോക്കുന്നുണ്ടൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങളുടെ ദേഹപ്രകൃതി അനുസരിച്ച് നിങ്ങൾ വാദപ്രകൃതിയാണോ പിത്തപ്രകൃതിയാണോ കഫപ്രകൃതിയാണോ അതോ വാദപിത്തമാണോ പിത്തകഫാണോ വാതകഫാണോ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടതായ രീതിയിലുള്ള ഒരു ഭക്ഷണ രീതി, ഒരു ജീവിത രീതി ശീലിക്കുകയാണെങ്കിൽ ഈ അസിഡിറ്റിയും പുളിച്ചേട്ടലും നെഞ്ചരിച്ചിലും ഗ്യാസും ഏമ്പക്കം കീഴുവായു ഇതൊന്നും ഉണ്ടാവില്ല. ഇതെന്നാണല്ലോ പിന്നെ ഇതാണല്ലോ ആദ്യത്തെ ലക്ഷണങ്ങൾ. ഇവിടുന്നാണ് പിന്നെ നിങ്ങൾ വിളിക്കുന്ന അസിഡിറ്റിയും അൾസറും ക്രോൺസും അല്ലെങ്കിൽ അതുപോലത്തെ IBS ഇത്തരം പോലത്തെ കണ്ടീഷൻസിലേക്ക് ഒക്കെ നയിക്കുന്നത് ഈ ദഹന പ്രശ്നങ്ങളാണ്. അപ്പൊ ആദ്യമേ തന്നെ കൃത്യമായിട്ട് ഈ ദഹന തകരാറുണ്ടാക്കുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അത് ഒഴിവാക്കുക. ഏറ്റവും വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരപ്രകൃതി അനുസരിച്ച് അതിന് വേണ്ടതായ ഭക്ഷണ രീതി ജീവിതക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയാൽ വളരെ സേഫായി. അതിപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു വരും ചെയ്യും. ഇപ്പം നമ്മൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുകയോ നേരിട്ട് ശനിയാഴ്ചകളിൽ ബുക്ക് ചെയ്ത് വന്ന് കാണുകയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനും സൗകര്യങ്ങളുണ്ട്. ഓക്കെ, എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി നമ്മുടെ മുൻ സർക്കാരുകൾ വന്നുപോയ പലവിധ മാറി മാറി വന്ന സർക്കാരുകളുടെ കഴിവുകൊണ്ട് നമ്മുടെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ ശ്രമഫലമായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും ആയുർവേദ ഡിസ്പെൻസറികളുണ്ട്. അവിടെ ഔഷധങ്ങളുണ്ട്, അവിടെ ഡോക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് സമീപിക്കാമല്ലോ, എല്ലാവർക്കും സമീപിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ അസിഡിറ്റി ഉണ്ടാകുന്നതിന് പ്രധാന കാരണം നിങ്ങൾ വയറ് മാത്രം കണക്കാക്കി പോരാ. അതായത് മനസ്സിന് നല്ല പ്രാധാന്യമുണ്ട്. ഈ മനസ്സ് ഇത്തിരി ദേഷ്യപ്പെടുക, സങ്കടപ്പെടുക, ഉറക്കമുളയ്ക്കുക, ഇത് വന്നാലും നമ്മുടെ ആ ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മനസ്സിന്റെ പ്രാധാന്യം ഇത്ര വിശദമായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് പല പല പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. പണ്ട് മാത്രമല്ല, ആയുർവേദത്തിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യന്മാര് ഗ്രന്ഥങ്ങൾ അഷ്ടാംഗഹൃദയത്തിലും സുശ്രുത സംഹിതയിലും ചരക സംഹിതയിലും മറ്റു പല ഗ്രന്ഥങ്ങളുമായിട്ട് പ്രതിപാദിച്ചു. ഓക്കെ, അതിപ്പോഴും തലമുറകൾക്ക് ശേഷം ഇപ്പോഴും അത് പലരും ശീലിച്ചു പോരുന്നു, പരിപാലിച്ചു പോരുന്നു. കുറെ പേർക്കൊക്കെ അത് അറിയില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ സംസ്കൃത ഗ്രന്ഥങ്ങളാണല്ലോ, അതുകൊണ്ടാണ് ഇതിന്റെ പ്രചാരം എത്ര കുറഞ്ഞത്. പക്ഷെ അത് ആ സംസ്കൃതം ആയതുകൊണ്ട് ഇത്തിരി പരിമിതികളുണ്ട്, ശരിയാണ്, സത്യമാണ്. അപ്പൊ അതങ്ങോട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ശ്രമം. നിങ്ങൾ സഹകരിക്കുക, വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്തോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മനസ്സിന് നല്ല പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞതേ, നിങ്ങൾ ശാന്തമായ മനസ്സോട് കൂടിയിട്ട് ഒന്ന് ശ്വാസം വലിച്ചു വിട്ട് നിങ്ങളുടെ ശ്വാസഗതി, നിങ്ങളുടെ ശരീരം ഒക്കെ ഒന്ന് ചിന്തിച്ച് ഒരു സെക്കൻഡുകൾ അതിനായിട്ടൊന്ന് മാറ്റി വെക്കുന്നേ. അതിനുശേഷം എന്ത് ഭക്ഷണം കഴിക്കണേ, ഏത് അളവിൽ വേണം. നമുക്ക് ഈ ദഹനരസങ്ങളുടെ ഉൽപ്പാദനം ഉണ്ടല്ലോ, ഇത് നമ്മൾ ആ സ്മെല്ലടിക്കുമ്പോൾ ആ സമയമാകുമ്പോൾ തനിയെ തുടങ്ങും, ആ ദഹനരസങ്ങളുടെ പ്രവർത്തനം തുടങ്ങും. ഇനി ആ സ്മെല്ല് കിട്ടുമ്പോൾ അതല്ലെങ്കിൽ മറ്റൊരാൾ ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോൾ അതിനെ തൊട്ട് നോക്കുമ്പോൾ ഒക്കെ അതിനനുസരിച്ചുള്ളതായിട്ടുള്ള ദഹനരസങ്ങൾ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറാവുകയാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ ശരീരപ്രകൃതി അനുസരിച്ചുള്ള സംഗതിയാണോ വന്നിരിക്കുന്നത്, അതിന്റെ വേവ് പാകം പാടില്ലാത്തതുണ്ടോ, അതിന്റെ അളവ് നിശ്ചയിക്കാം. എന്നിട്ട് അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് അത് ആവശ്യത്തിന് അളവിനെടുത്ത്, ആവശ്യം അളവാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ ഇന്ന് ഏറ്റവും പ്രധാനം അധ്യശനം, അതായത് അമിതമായിട്ട് ഭക്ഷിക്കുക. അപ്പൊ അത് അളവ് സാധാരണ വേണ്ടതിനേക്കാളും കുറച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പകുതി കുറയും കേട്ടോ. അതായത് നമുക്ക്
ആമാശയത്തിന് 3 ഭാഗമായിട്ട് തിരിക്കുക. ഒരു ഭാഗം വായുവിനും, ഒരു ഭാഗം വെള്ളത്തിനും, ഒരു ഭാഗം ഭക്ഷണത്തിനും. ഇപ്പൊ ഇത് 99% ഭക്ഷണം മാത്രം നിറയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പാടില്ല, മനസ്സിലായോ? അപ്പൊ തന്നെ ദഹനമൊക്കെ കൃത്യമായിട്ട് നടന്നുള്ളൂ. അപ്പൊ മനസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ശാന്തമായ മനസ്സോടെ ഒന്ന് ശ്വാസം വലിച്ചു വിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് ഈ കഴിക്കുന്ന സംഗതികളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് അതിന്റെ അളവും ഗുണങ്ങളും ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് നമ്മുടെ ശരീരപ്രകൃതിക്ക് ദേഹപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള സംഗതികൾ മാത്രം തിരഞ്ഞെടുത്ത് അടുത്ത സംഗതി അത് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം. ഈ സമയത്ത് വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക, ഇടത്തെ കൈ കൊണ്ട് വാട്സാപ്പ് തോണ്ടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ TV കാണുക, അതല്ലെങ്കിൽ കുറേ ചർച്ചകൾ, അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം. ഇതൊന്നും ആചാര്യന്മാർ അനുവദിച്ചിട്ടില്ല ഇതൊക്കെ. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്. വർത്താനം പറഞ്ഞുകൊണ്ടേ ഇന്ന് മിക്കവാറും സഭകളിൽ ചർച്ച കൂടിയിട്ടാണ് ഈ ഭക്ഷണം. അതിനുള്ളൊരു സമയമാണ് ചർച്ചയ്ക്കുള്ളൊരു സമയം, മറ്റു സമയമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉറക്കെ ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അധിക വേഗത്തിൽ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ വളരെ സ്ലോയിലായിട്ട് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ 5000 പരം വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള സംഗതികളാണ്, ഞാൻ നുണ പറയണതല്ല. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആ ഭക്ഷണത്തിന്റെ അളവ് അറിഞ്ഞ് അത് തൊട്ടറിഞ്ഞ് സമയത്ത് കറക്റ്റ് ടൈമിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇതിനൊരു കറക്റ്റ് സമയം നിശ്ചയിക്കുക. വെറുതെ പറയാ നിങ്ങൾക്ക്, അതായത് ഒരു ബ്രേക്ക് കണ്ട് എടുക്കുക, ആ സമയം ഒരു അലാം സെറ്റ് ചെയ്യുക, അത് അടിച്ചു കഴിഞ്ഞാൽ അതിലൊരു 5, 10, 15 മിനിറ്റൊക്കെ വ്യത്യാസം വരുത്താന്നല്ലാതെ അതിൽ കൂടുതൽ മാറ്റം വരുത്താതിരിക്കുക. ഇപ്പോൾ യാത്ര പോകുന്നവരൊക്കെയാണെങ്കിൽ അവിടെ ഒതുക്കി നിർത്തുക. ഇനി ഭക്ഷണം കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ ഇച്ചിരി നേന്ത്രപ്പഴം പുഴുങ്ങിയത്, ഒരു നേന്ത്രപ്പഴം പുഴുങ്ങി കയ്യിൽ വെച്ചോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കരുതിക്കോ. ഇത് കഴിക്കാൻ പറ്റാത്ത സാഹചര്യമൊന്നുമില്ല. വേണമെന്ന് വെച്ചാൽ ചക്ക വേരുമ്പോഴും കാക്കും, വേരുമ്പോഴൊന്നും കാക്കില്ല, എന്നാലും കുറച്ചും കൂടി കയറിയിട്ടെങ്കിലും കാക്കില്ലേ എന്ന് പറഞ്ഞാൽ ഇത്തരം സംഗതികളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ അസിഡിറ്റിയും അൾസറും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ മനസ്സിന് നല്ല പ്രാധാന്യമുണ്ട്, സമയനിഷ്ഠയ്ക്ക് പ്രാധാന്യമുണ്ട്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞിട്ടെ, അതായത് നമ്മുടെ ദഹനരസങ്ങളൊക്കെ നിങ്ങളൊരു 35 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സ് വരെ ജീവിച്ചു. അപ്പോൾ അത്രയും വർഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആമാശയത്തിന്, നിങ്ങളുടെ തലച്ചോറിന് അറിയാം ഇന്ന സമയങ്ങളിലൊക്കെ ഭക്ഷണം കിട്ടുന്നുള്ള ഒരു ആവറേജ് അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോൾ നമ്മുടെ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. അതൊരു സംഗതി. മറ്റൊന്ന്, നമ്മുടെ സൂര്യന്റെയും ചന്ദ്രന്റെയും ആ ഉദയാസ്തമനങ്ങളുണ്ടല്ലോ നമ്മുടെ ദഹനരസങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. മനസ്സിലായോ? അതിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ദഹനരസങ്ങൾ. അതായത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സമയം, അതുപോലെ ഉച്ചസ്ഥായിലായിരിക്കുമ്പോൾ അഗ്നിബലത്തിന് വ്യത്യാസമുണ്ട്. അതുപോലെ സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ ഉദിച്ചു കഴിയുമ്പോൾ നമ്മുടെ അഗ്നിബലത്തിന് വ്യത്യാസമുണ്ട്. മനസ്സിലായോ? അപ്പൊ അതിനനുസരിച്ച് വേണ്ട രീതിയിൽ ഭക്ഷണം ചിട്ടപ്പെടുത്തുക. ആ സമയനിഷ്ഠ വേണം. കഴിക്കാവുന്ന രീതികൾ ഇങ്ങനെ ഒരുപാട് സംസാരിച്ചുകൊണ്ടും മറ്റു പല ചിന്തകൾ ഉറക്കെ സംസാരിച്ചുകൊണ്ട് നിന്നുകൊണ്ടും നടന്നുകൊണ്ടൊന്നും ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം സംഗതികൾ ശ്രദ്ധിക്കാം. അപ്പൊ മനസ്സിന് നല്ല പ്രാധാന്യമുണ്ട്, കൃത്യനിഷ്ഠ വേണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഇനി ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ഈ കഴിക്കേണ്ട സംഗതികൾ. അതിൽ ഒഴിവാക്കേണ്ടത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ബോറടിക്കുന്നു വേണ്ട, ഒന്നും കൂടെ കേട്ടോ. അതായത് കട്ട തൈര് കഴിച്ചു കഴിഞ്ഞാൽ ഈ അസിഡിറ്റി കൂടും. കട്ട തൈരിൽ കൊഴുപ്പുണ്ട്, അത് കഴിച്ചാൽ അസിഡിറ്റി കൂടും. എന്നാൽ തൈര് കടഞ്ഞ് വെണ്ണ മാറ്റിയ മോരും സംഭാരമൊക്കെ നല്ലതാ, വയറിനെ തണുപ്പിക്കാനായിട്ട് നല്ല സംഗതിയാണ്. പക്ഷേ ഈ തൈര് പാടില്ല, മോരാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാച്ചിയ മോരായ വിശേഷമായി. അതായത് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും, ഇഞ്ചിയും പച്ചമുളക് വേപ്പിലേക്ക് ഇട്ടില്ലേ. ഞാൻ ഈ IBS പേഷ്യൻസ് അല്ലെങ്കിൽ ക്രോൺസ് പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവരോട് ഇത്തിരി മാതളത്തിന്റെ തൊലി ഉണക്കി സൂക്ഷിച്ച് അതും കൂടെ കുറച്ച് കൂട്ടിക്കുമെന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇട്ട് കാച്ചിയം മോരാണെങ്കിൽ നന്നായി. പക്ഷെ കാച്ചിയം മോര എന്ന് പറയുമ്പോൾ നിങ്ങളൊരു അബദ്ധം കാണിക്കും. അതായത് നേരെ തൈര് ഇച്ചിരി വെള്ളം ഒഴിച്ചാണ് തിളപ്പിക്കുക, അത് വിഷ 50 വിഷ. അതായത് തൈര് കടഞ്ഞാൽ വെണ്ണ മാറ്റി നല്ലപോലെ 2-3 പ്രാവശ്യം ഇപ്പം മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യാനേ, ഒന്ന് അടിച്ചാൽ മുകളിൽ വരുന്ന ക്രീം ഒരു സ്പൂൺ ഉപയോഗിച്ചാണ്ട് മാറ്റുക, കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നുകൂടി അടിക്കുക, ഒരു 3 തവണ അടിച്ചാൽ ക്രീം മാറ്റി കഴിഞ്ഞാൽ അത് നല്ല മോരായി. മനസ്സിലായോ? മോരായി കഴിഞ്ഞാൽ ഈ കണ്ടീഷനിൽ നിങ്ങൾക്ക് ഔഷധമാണ്. എന്നാൽ തൈരാണെങ്കിൽ കടകവിരുദ്ധ. തൈര് നല്ല ചൂടാണ്, ഉഷ്ണാണ്, വിദാഹം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അസിഡിറ്റി കൂട്ടും, ഉൾപ്പുഴുക്കം കൂട്ടും, അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളൊക്കെ കൂട്ടും. അപ്പോൾ അതുകൊണ്ട് കട്ടത്തൈര് കഴിക്കരുത്. അത് പലപ്പോഴും ഇനിയും ശാസ്ത്രലോകത്തിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾ തമ്മിൽ ആയുർവേദക്കാരായിട്ടുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതിൽ കുറേ ഗുണങ്ങളുണ്ട്, പ്രോബയോട്ടിക്സ്, അങ്ങനെ പല രീതിയിൽ സംഗതികൾ ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. പക്ഷെ ഇത് തീർച്ചയാണ്, അത് നിശ്ചയമാണ്. മനസ്സിലായി? ആ കട്ടത്തൈര് മാറ്റിക്കോ, മോര് മതി. മോര് നല്ലതാണ്, മോര് മരുന്നാണ്. തക്രം തണുപ്പാണ്, തൈര് ഉഷ്ണാണ്. ഓക്കെ, അപ്പോൾ ആ കാച്ചിയ മോരായ വിശേഷമായി ഇതിന് മരുന്ന് ഇത്തരം അവസ്ഥയ്ക്ക്. അപ്പോൾ മോര് കാച്ചിയത് സ്ഥിരം ശീലിക്കുക. ഓക്കെ, കട്ട തൈര് ഒഴിവാക്കുക. അടുത്താണ് അച്ചാർ. അച്ചാറിൽ ഉപ്പും എരിവും പുളിയും എണ്ണയുണ്ട്, ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ അത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ദഹനരസങ്ങളുടെ ഉൽപ്പാദനം കൂട്ടും, ആസിഡ് പോലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം കൂട്ടുമ്പോൾ വീണ്ടും ഈ അസിഡിറ്റി, ആ ഇൻഡസ്റ്റൈനൽ ആമാശയത്തിനകത്തുള്ള ആ വോള്, ആ സ്ഥലം, ആ മ്യൂക്കസ് ലൈനിങ്ങിനെ ദഹിപ്പിച്ച് കളയുക.
അപ്പൊ അതുവഴി നിങ്ങൾക്ക് പിന്നെ അസിഡിറ്റി അൾസറായി അതിനും സാധ്യതയുണ്ട്. അപ്പൊ അത് പാടില്ല. IBS പേഷ്യൻസിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമ്മുടെ ഗ്രഹണീയ അവയവം, അതായത് ആമാശയത്തിൽ വേണ്ടത്ര സമയം ഭക്ഷണം പിടിച്ചു നിർത്താതെ പൂർണ്ണമായിട്ട് ദഹിക്കാതെ അടുത്ത ലെവലിലേക്ക് ഭക്ഷണം നീങ്ങുകയാണ്. അതാണ് ഈ IBS സംഭവിക്കുന്നത്. അപ്പൊ അത്തരം അവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, അതും പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്തരം സംഗതി ഞാൻ 6 കൂട്ടം കണ്ണടച്ച് പറയും എല്ലാവരോടും. അതായത് അച്ചാറ്, തൈര്, എണ്ണയിൽ വറുത്തത്, ഇത് 3 നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിൽ കൊഴുപ്പുള്ളത് കൊണ്ടാണ്, ഉപ്പ്, എരിവ്, പുളിയുള്ള എണ്ണയുള്ളത് കൊണ്ടാണ്. ഉപ്പും എരിവും പുളിയും എണ്ണ കൂടുതലായതുകൊണ്ടാണ് ഈ 3 ഐറ്റം, അച്ചാറും തൈരും എണ്ണയിലിട്ട് വറുത്ത സാധനങ്ങൾ. അതായത് ഉഴുന്നുവടയും പഴംപൊരിയും പരിപ്പടയും ഫിഷ് ഫ്രൈയും ഒക്കെ അത് വേണ്ടാന്ന് പറയും. പിന്നെ അടുത്തതായിട്ട് ഞാൻ പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനും എഗ്ഗും ബീഫും. എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിന് നിങ്ങൾക്ക് അറിയാലോ, അതായത് കോഴിയും കോഴിമുട്ടയും ബീഫും കഴിച്ചു കഴിഞ്ഞാൽ ഇത് ചൂടാ, അത് ചെന്ന് കഴിഞ്ഞാലും ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും, ദഹനക്കേട് ഉണ്ടാക്കും. മനസ്സിലായില്ലേ? അപ്പൊ അത് പാടില്ല. അപ്പൊ ഈ 6 കൂട്ടം അങ്ങോട്ട് ധൈര്യമായിട്ട് ഒഴിവാക്കിയോ. പിന്നെ ഇപ്പൊ ഈ അച്ചാറൊക്കെ നിങ്ങൾ ഈ ഫംഗ്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ, അത് നേരെ ശുദ്ധമായ മുളക് പൊടിയൊന്നുമല്ല, സാലിസിലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സംഗതിയാന്നൊക്കെ പറയുന്നത് കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. മനസ്സിലായോ? ഈ ആസിഡ് ഒഴിക്കുക അത്രേ. അപ്പൊ അത് നാവുമ്പോൾ തേക്കുമ്പോൾ ചെറിയൊരു പൊള്ളൽ അനുഭവപ്പെടില്ലോ, നിങ്ങളത് എരിവാന്ന് വിചാരിക്കും ചെയ്യും. അപ്പൊ ഇത് കുറച്ച് അധികം കഴിച്ചാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അത് കൂടുതൽ ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോഴേ അതിന്റെ ചെലവ് കുറയ്ക്കാനും സൗകര്യത്തിനും സൂക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവൈലബിലിറ്റി, കോസ്റ്റ്, ഇതൊക്കെ തന്നെ കാര്യം. അപ്പോൾ അതിന് പകരമായിട്ട് ആസിഡ് പോലും ചേർക്കുന്ന സംഗതിയാണെന്ന് പറഞ്ഞത്. അപ്പൊ അത് തൊടാതിരിക്കുക, അതങ്ങോട്ട് ഉപേക്ഷിച്ചോ, വേണ്ട നമുക്ക് അച്ചാറ്. ഓക്കെ, അപ്പൊ അത് നിർത്തി കഴിഞ്ഞാൽ ഈ അസിഡിറ്റി നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. അടുത്തതായിട്ട് നിങ്ങൾക്ക് ബ്ലോട്ടിങ്ങും ഗ്യാസ് ഉണ്ടാക്കുന്ന പ്രധാന വില്ലന്മാരായിരിക്കും അറിയോ, നമ്മുടെ ഭൂമിക്കടിയിലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ പരിപ്പ് കപ്പലണ്ടി, ഇത്തരം പരിപ്പ് പയർ വർഗ്ഗങ്ങൾ. അതിൽ ചില സംഗതികളാവാം. ക്യാരറ്റ് വലിയ ഉപദ്രവം ഉണ്ടാക്കില്ലേ നിങ്ങൾക്ക്, ക്യാരറ്റ് കഴിച്ചോ, അതുപോലെ ചെറുപയർ കഴിച്ചോ, മുതിര കഴിച്ചോ, ഇത് അത്ര പ്രശ്നം ഉണ്ടാവില്ല. മനസ്സിലായോ? ഈ 3 ഒഴിച്ചുള്ള ബാക്കി ചേമ്പും ചേനയും കൊള്ളിയും കൂർക്കയും പരിപ്പും കപ്പലണ്ടിയും ഗ്രീൻ പീസും വൻപയറും കടലയും ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കണമെങ്കിൽ അതങ്ങോട്ട് ഉപയോഗിച്ചാലും നിങ്ങളുടെ ഈ ഗ്യാസ് ട്രബിൾ കുറയും. ഇല്ലേ? ശരിയല്ലേ? നിങ്ങളുടെ അനുഭവം അല്ലേ? പിന്നെ അടുത്തതായിട്ട് ഈ ദഹനം സ്ലോ ആക്കുന്ന സംഗതികൾ, ദഹനശക്തി തീരെ ഇല്ലാണ്ടായാലും പ്രശ്നമാണ്. അതാണ് ഈ തണുത്ത സാധനങ്ങൾ, കൂൾ ഡ്രിങ്ക്സും ഐസ്ക്രീമും. അത് നിങ്ങൾക്കറിയാലോ, ചൂട് ചെന്ന് കഴിഞ്ഞാൽ എന്തും പ്രവർത്തനം കൂടും, തണുപ്പ് വന്നു കഴിഞ്ഞാൽ മന്ദീഭവിക്കും. അപ്പൊ അതുകൊണ്ട് കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം, തണുത്ത സാധനങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, പിന്നെ അടുത്ത ഗ്രൂപ്പാണ് ഹെവി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ള ഏറ്റവും പ്രധാനമില്ല, ഞാൻ എൻ്റെ അറിവിൽ പൊറോട്ട കഴിക്കാതിരിക്കുക. അതുപോലെ ഫ്രൈഡ് റൈസും ഓയിലി ഫ്രൈഡ് നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ ഹെവി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ള സാധനങ്ങൾ, ഒരുപാട് സിന്തറ്റിക് കളറും പ്രിസർവേറ്റീവും ഒക്കെ ചേർന്ന് ആ നാച്ചുറൽ അല്ലാത്ത, ഓർഗാനിക് അല്ലാത്ത സംഗതികളൊന്നും ഈ അവസ്ഥയിൽ നിങ്ങളുടെ ആമാശയത്തിന് ദഹിപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് കുറേ തൊന്തരവ് ഉണ്ടാവും ചെയ്യും. വളരെ സെൻസിറ്റീവ് അല്ലേ, ആ ഉള്ളിലുള്ള മ്യൂക്കസ് ലൈനിങ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ വീണ്ടും ഇത്തരം കെമിക്കൽ കണ്ടൻസ് ഉള്ള കൂടുതൽ സംഗതികൾ വീണ്ടും കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. ഇനി വേറൊരു കൂട്ടുണ്ട്, എന്തെങ്കിലും ഒരു അസുഖത്തിന് അസിഡിറ്റി വരുത്തുന്ന തരം മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുക, അത് കഴിഞ്ഞിട്ട് അസിഡിറ്റി കുറേയുള്ള ഗുളിക കഴിക്കുക, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടത് അസിഡിറ്റിക്കുള്ള ചികിത്സയല്ല സത്യത്തിൽ. എന്ത് ഗുളികയാണോ നിങ്ങൾ ഈ അസിഡിറ്റി ഉണ്ടാക്കാൻ വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതങ്ങോട്ട് നിർത്തുക. അല്ലെങ്കിൽ അതങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല, അത് വേറൊരു രോഗാവസ്ഥയ്ക്കായിരിക്കും. ആ രോഗാവസ്ഥയ്ക്കാണ് ചികിത്സ തരേണ്ടത്. അപ്പോൾ ആ രോഗാവസ്ഥ ചികിത്സിച്ച് നിയന്ത്രണത്തിൽ അതിന് ആയുർവേദ വഴികളുണ്ടല്ലോ. അപ്പോൾ ആ ചികിത്സയാകുമ്പോൾ ആ ഗുളിക നിർത്താൻ പറ്റിയാൽ ഈ അസിഡിറ്റി ഉണ്ടാവുന്നത് തന്നെ നിൽക്കും. അപ്പോൾ പിന്നെ അസിഡിറ്റിക്കുള്ള ഗുളിക കഴിക്കും വേണ്ട, ഇത് അസിഡിറ്റി ഉണ്ടാവാനുള്ള ഗുളിയും അസിഡിറ്റി ഇല്ലാണ്ടാവാനുള്ള ഗുളിയും നിങ്ങൾ തന്നെ കഴിക്കുക. ഓക്കെയോ? അപ്പോൾ അവിടെ അസിഡിറ്റിക്ക് എല്ലാത്തരം കണ്ടീഷനിലും നിങ്ങൾക്ക് ചികിത്സ വേണ്ടത്. നിങ്ങൾ എന്തെന്ത് ഗുളികകൾ കഴിച്ചിട്ടാണോ ഈ അസിഡിറ്റി നിങ്ങൾ ഉണ്ടാക്കണത്, ആ കെമിക്കൽ മെഡിസിൻസ് വിഡ്രോ ചെയ്യുക, അതിനുള്ള ആയുർവേദ ചികിത്സകൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അസിഡിറ്റി ഉണ്ടാവില്ല. കുറേ പേരുണ്ട് ഡോക്ടേഴ്സ് പണ്ട് കാലത്ത് ഒരു എമർജൻസിയിൽ കണ്ടപ്പോൾ നിങ്ങൾ നിശ്ചയിച്ച മരുന്നുകൾ കഴിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടാവും, അവരത് കഴിഞ്ഞാൽ നിർത്തിക്കൊള്ളാനും പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അത് പിന്നെയും സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ആ രോഗാവസ്ഥ വർഷത്തിലേക്ക് ഒരു ചെക്കപ്പ് നടത്തി അത് ഇമ്പ്രൂവ് ചെയ്തെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാലോ. ആ ഡോക്ടറെ തന്നെ കണ്ട് അതിൻ്റെ ഡോസ് കുറയ്ക്കോ നിർത്താനോ പറ്റുമോ നിശ്ചയിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും തനിയെ നിർത്തരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം പഠിച്ച് അതിന് വേണ്ടതായ മരുന്നുകൾ നിശ്ചയിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് ആ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് തന്നെ വിഡ്രോ ചെയ്യുക. അത് നിർത്തിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഏത് നിർത്തിക്കോട്ടെ, എന്തിനു നിർത്തിക്കോട്ടെ, ഒരു ഡോക്ടർക്ക് അറിയില്ല. ഞാനാണെങ്കിലും നിർത്തിക്കോന്നേ പറയാറുള്ളൂ. മനസ്സിലായോ? നിങ്ങളുടെ രോഗാവസ്ഥ സ്ഥിതി അത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ആയുർവേദം മരുന്ന് മറ്റു മരുന്നുകളില്ല, നിങ്ങളുടെ മനസ്സിൻ്റെ നല്ല ആവശ്യമുണ്ട് അവിടെ. അപ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് അത് മടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിച്ചിട്ട് വരില്ലേ, വെറുതെ എന്തിനാ പണച്ചെലവ്. അതുകൊണ്ടാണ് നിർത്തിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഉടനെ നിർത്തിക്കോളാൻ പറഞ്ഞത്. മനസ്സിലായോ? അത് ശരിയല്ല. അപ്പോൾ നിങ്ങൾ ഏത് ഡോക്ടറാണോ നിങ്ങളുടെ മരുന്ന് നിശ്ചയിച്ചിട്ടില്ല ആ ഡോക്ടറെ കണ്ട് അതിൻ്റെ രോഗം അത് മുക്തി നേടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നിർത്താം. അപ്പോൾ അങ്ങനെയും അസിഡിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ കൃത്യനിഷ്ഠ, ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഇനി എന്തൊക്കെ കഴിക്കാമെന്ന് ചോദിക്കും. ഓർഗാനിക്കായിട്ട് നാച്ചുറലായിട്ട് ഹോംലി വീട്ടിൽ തയ്യാറാക്കുന്ന ആഹാരങ്ങളാകുമ്പോൾ വലിയ അപകടം ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിപ്പോൾ നിങ്ങൾക്ക് ഇത് കുറേ കാലം സൂക്ഷിക്കുന്നതിനോ നിങ്ങളുടെ ഭംഗിക്ക് വേണ്ടിയോ ഒക്കെ പലതും ചേർക്കേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ള ഭക്ഷണം എന്താണെന്ന് ഉണ്ടാക്കണം. ഇനി മറ്റൊരു പ്രധാന പ്രശ്നം ഉണ്ടല്ലോ, നിങ്ങൾക്ക് പലർക്കും അറിയാത്ത മറ്റൊരു സംഗതി, അതായത് ഈ
തണുപ്പിക്കുക ചൂടാക്കുക ഇങ്ങനെ കഴിക്കാനുള്ള ഒരു സംവിധാനം പല പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നവരൊക്കെയാണ് കൂടുതൽ ഇതിന് അടിമപ്പെടുന്നത്. അതായത് ഈ ഫ്രിഡ്ജിന്റെ സഹായം നമ്മൾ ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കുക. സർവന്റെ വീട്ടിൽ വന്ന് ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ച് പോകുന്നൊക്കെ വളരെ മാന്യമായിട്ട് പറയുന്നവരുണ്ട്. അതിന്റെ അപകടാവസ്ഥ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അതിങ്ങനെ ഡെയിലി എടുത്ത് ചൂടാക്കുന്നു, വീണ്ടും തണുപ്പിക്കുന്നു, വീണ്ടും ചൂടാക്കുന്നു. ഇത്തരം ഭക്ഷണം ശീലാക്കുന്നവർക്കൊക്കെ ക്യാൻസർ, ആമാശയ ക്യാൻസറിനുള്ള നല്ല സാധ്യതയുണ്ട്. അത്തരം പഠനങ്ങൾ ധാരാളം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ വേണ്ട, നമ്മൾ അന്നാന്ന് ഭക്ഷണം തയ്യാറാക്കി ഉപയോഗിക്കായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അത് വീണ്ടും തണുപ്പിച്ച് ചൂടാക്കുമ്പോൾ വളരെയധികം പഠനങ്ങൾ ഇതിനെപ്പറ്റി നടന്നിട്ടുണ്ട്. മനസ്സിലായോ? ഈ ചൂടാക്കും തണുപ്പിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതായ ഭക്ഷണത്തിൽ വരുന്നതായ വിഷപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുക, അത് നമ്മുടെ ആമാശയത്തിൽ പതിവായിട്ട് തുടർച്ചയായിട്ട് ചെല്ലുമ്പോൾ അതിൽ വിഷാംശങ്ങൾ വഴി ക്യാൻസർ അർബുദകാരനാവുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ആ ശീലവും അത്ര നന്നാവില്ല നിങ്ങളുടെ ആമാശയത്തിന്. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ എല്ലാവർക്കും ഉണ്ടെന്നേ, എന്തെങ്കിലും ചതിയിലും അപകടത്തിലൊക്കെ പെട്ടവരൊക്കെ തന്നെയാണ് എല്ലാവരും. അപ്പോൾ അതിന്ന് നിങ്ങളുടെ മനസ്സിനെ ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ചെറിയ പ്രാണായാമം, യോഗ, മെഡിറ്റേഷൻ, ഇത്തരം സംഗതികൾ ഉപകാരപ്പെടും. പ്രയറുകൾ ഉപകാരപ്പെടും. മനസ്സിലായോ? പിന്നെ എന്തിലെങ്കിലുമൊക്കെ ഇൻവോൾവ് ആവുക, നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള സംഗതികളിൽ ഇൻവോൾവ് ആവുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ ആ മനസ്സിനും ആമാശയത്തിനും വളരെ പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാനിതിൽ പറയാൻ ഭാവിച്ചത്. അപ്പോൾ ഇനി ഇത് നിയന്ത്രിച്ച് കഴിഞ്ഞാൽ ഇത്തരം സംഗതികളൊക്കെ ഫോളോ ചെയ്താൽ ഇതുവഴി ഉണ്ടാകുന്ന ആമാശയ അർബുദം, അതല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരുപാട് പേര് പറയുന്നൊരു പ്രശ്നമല്ലേ മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ, ഇത്തരം സംഗതികളൊന്നും നോക്കി അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷനും കുറയും. അതായത് ആയുർവേദത്തിൽ പറഞ്ഞിട്ട് വാദം വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മൂവ്മെന്റ്സും നിലയ്ക്കും. വാദം വർദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഭക്ഷണം ശരിയാവണം ദഹിച്ച് അത് നമ്മുടെ ആ കുടൽമാലകളിലൂടെ ശരിക്കും സഞ്ചരിക്കുന്ന പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. ആ മൂവ്മെന്റ് കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ ഈ വാദത്തിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കണം. അപ്പം വാദം വർദ്ധിക്കുന്ന ജീവിത രീതി, ഭക്ഷണ രീതി, സ്ട്രെസ്സും ടെൻഷനും ഫുഡും ഒക്കെ അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ രൂക്ഷത വർദ്ധിക്കുമ്പോൾ ആ കുടൽമാലകളുടെ പ്രവർത്തനം, ആ ഭക്ഷണത്തെ നീക്കുന്നതിനുള്ള പ്രവർത്തനം കുറയും. അതൊരു കാരണമാണ്. അപ്പോൾ വാദം വർദ്ധിച്ചാൽ ഒന്നാമത്തെ ലക്ഷണമാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ക്രൂരകോഷ്ടം എന്നാണ് വിളിക്കുക നമ്മൾ സംസ്കൃതത്തിൽ. ക്രൂരതയൊന്നല്ല കേട്ടോ, അതായത് അങ്ങ് ഡ്രൈ ആവും, രൂക്ഷത കൂടും. അപ്പോൾ ആ മ്യൂക്കസ് ലൈനിങ് ഒക്കെ പോവില്ലേ, ഇതിൻ്റെ അവസ്ഥ അങ്ങോട്ട് ഉണങ്ങി ശുഷ്കിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഈ പോലെ അച്ചാർ പോലത്തെ ഇത്തരം സംഗതികൾ ഉപയോഗിക്കുക. അതുപോലെ സ്മോക്കിങ്ങും ആൽക്കഹോളും പറയണ്ടല്ലോ, വളരെ ഇതിന് വില്ലനാണ്, ഇതിനുള്ള വില്ലന്മാരാണ്. അപ്പം ഇത്തരം പ്രശ്നങ്ങളുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുകയായിരിക്കും ഉചിതം. ഓക്കെ, ഈ സ്മോക്ക് കൊണ്ട് എന്ത് സമാധാനം കിട്ടണമെന്ന് എനിക്ക് മനസ്സിലായി. അത് നിങ്ങളുടെ ലങ്സിനെയും ബ്ലഡ് സ്ട്രീമിനെയും എല്ലാം തകരാറിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കുക. അല്ലെങ്കിൽ ഇത്തരം പ്രശ്നം വരുത്തി വെക്കണോ അതൊക്കെ ഉപയോഗിച്ചിട്ട് അതങ്ങോട്ട് കുറയ്ക്കുക, ഇല്ലാതാക്കുക ചെയ്തുകൂടെ? സാധിക്കായികയൊന്നും ഇല്ലാതെ പതുക്കെ ആര് വിചാരിച്ചാലും നടക്കും. വെറുതെ പറയുക, നിങ്ങൾ മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഫലമാണ് എല്ലാം. ഓക്കെ, അപ്പോൾ അത്തരം സംഗതികൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഭക്ഷണ കാര്യങ്ങൾ, ജീവിതചര്യകൾ അത് ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതൊക്കെ നന്നായിട്ട് ചവച്ചരച്ച് ശാന്തമായി സമാധാനമായ മനസ്സോട് കൂടി ഇരുന്നിട്ട് നിങ്ങളുടെ വയറിന് പറ്റുന്നത് മാത്രം കഴിക്കുക. ഈ രസമുള്ളതായിരിക്കും, പരസ്യം കണ്ടിട്ടുണ്ടാവും, മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും. ഇതൊന്നും നമ്മുടെ ആമാശയത്തിന് പറ്റില്ലല്ലോ, പിന്നെ അത് വീണ്ടും വാരി വലിച്ച് കഴിച്ച് ഹോസ്പിറ്റലായിട്ട് പോയി അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു 30% റിലീഫ് ഒരു മാസത്തിനുള്ളിൽ, 30 ദിവസത്തിനുള്ളിൽ 30% റിലീഫ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇത്തരം ഭക്ഷണ രീതി, ജീവിത രീതിയിൽ വേണ്ടതായ മാറ്റങ്ങൾ വരുത്തി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ആവർത്തിച്ച് കണ്ടു കഴിഞ്ഞാൽ വ്യക്തമാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ മലബന്ധത്തിനും ഇത്തരം കൃത്യനിഷ്ഠയോടുള്ള ഭക്ഷണ രീതി ശീലിക്കുന്നത് ഗുണവും. കോൺസ്റ്റിപ്പേഷനും അസിഡിറ്റി ഗ്യാസ് ഇല്ലാണ്ടായാൽ തന്നെ നിങ്ങൾക്കൊരു സുഖമായ ജീവിതം നിങ്ങൾക്ക് അനുഭവിക്കാം, ആസ്വദിക്കാം. തീർച്ചയായിട്ടും സാധിക്കും, ഞാൻ സത്യം പറയാം. ഓക്കെ, നിങ്ങൾക്ക് അനുഭവിക്കാം, നിങ്ങൾ പരിശ്രമിച്ചു.